ഹായ് ഓൾ, ഇറ്റ്സ് മീ ഹംറീഷ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു റഹ്മത്ത് ഹോട്ടലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഉച്ച സമയമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേഡിയം കോർണറാണ്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ട്രാഫിക്ക് പിന്നെ അറിയാലോ, കോഴിക്കോടിലെ ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കാണ്. സിറ്റിയാണ്, കോഴിക്കോട് സിറ്റിയാണ്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡിങ് സിറ്റി തന്നെയാണ് കോഴിക്കോട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബുക്സൊക്കെ ഇങ്ങനെ വിൽക്കുന്നു. അതായത് ഫിക്ഷൻ ബുക്സ് ഏകദേശം ഒരു 400-500 രൂപ, ചിലപ്പോൾ ഒരു 600 രൂപയുടെ ബുക്സൊക്കെ കാണാം. 50 രൂപയ്ക്ക് കാണാം ഇവിടെ വിൽക്കുന്നുണ്ട് റോഡ് സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് റോഡ് സൈഡിലായിട്ട് ഇങ്ങനെയായിട്ട് വിൽക്കുന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ റോഡ് സൈഡിലായിട്ട് വിൽക്കുന്നതല്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ബുക്ക് ഷോപ്പുണ്ട്, അതിലെ ബുക്ക് ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അവരെന്ന് വെച്ചാൽ ഡിസ്പ്ലേ കൊടുത്തതാണ് പുറത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. മാതൃഭൂമി ബുക്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഉച്ച സമയം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഉച്ച സമയത്ത് ഭയങ്കര വിശന്ന സമയത്താണ് നമ്മൾ ഇവിടെ റഹ്മത്ത് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ശരിക്കും പുറത്തിറങ്ങിയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ്, നല്ല ചൂടാണ്. മഴയൊന്നും നിന്ന സമയത്താണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ അതുകൊണ്ട് നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ട്രാഫിക് പൊല്യൂഷനൊക്കെ നല്ല കൂടുതലാണ്. ഒരുപാട് വണ്ടിയുണ്ട്. ബസ്സുകളാണെങ്കിൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സും പിന്നെ ഗവൺമെൻറ് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു അഡ്വാൻസ് ലെവൽ പോലെ തോന്നി. നമ്മൾ കേരളത്തിലുള്ളതിൽ നമ്മൾ കൊച്ചിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക ഹൈടെക് ആയിട്ട് ഇനി ഫ്യൂച്ചറിൽ വളരാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ കോഴിക്കോട് തന്നെയാണ്. അവിടെ നമ്മളിപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള അവർ ചെയ്ത ആക്സിലേറ്റർ, ബ്രിഡ്ജൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഇതിപ്പം എനിക്കിപ്പോൾ വേറെ ഒരു സ്ഥലത്ത് പോയൊരു ഫീലിംഗ് തന്നെ ഉണ്ടായത് കോഴിക്കോട് കേട്ടോ. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡിലുള്ള ഒരു വളർച്ചയാണ് കോഴിക്കോട് സിറ്റിക്കുള്ളത്. അത് കോഴിക്കോടിനെ പറ്റി എടുത്തു പറയാനാണെങ്കിൽ കോഴിക്കോടിൽ ഒരുപാട് ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചരിത്രപ്രധാനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മ്യൂസിയം ഉണ്ട്, കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇതുവരെ നമ്മൾ ഒരു സിറ്റി വാക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും സിറ്റിയുടെ അടുത്ത് തന്നെയായിട്ടാണ് അവിടെ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ എന്താ പറയേണ്ട നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഇതായിട്ട് പോകും, സ്ട്രൈക്ക് ചെയ്യും. ഒരു സിറ്റിയുടെ അടുത്ത് തന്നെയായിട്ട് നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട് തന്നെ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഭക്ഷണമാണ് കോഴിക്കോട് ഭക്ഷണം. കോഴിക്കോട് ഹൽവ, കോഴിക്കോട് ബിരിയാണി, ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇവിടുന്ന് നടന്നു പോകുന്ന സമയത്ത് ഫുള്ള് ഷോപ്പാണ് കേട്ടോ. ഫുള്ള് ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് തന്നെ വളരെ അടുത്താണ് പല സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. മിഠായി തെരുവാണെങ്കിലും പിന്നെ കോഴിക്കോട് ബീച്ചാണെങ്കിലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോക്കുവരവിന് ടൂറിസം ഇതിലായി കഴിഞ്ഞാൽ പോക്കുവരവിന് വളരെ അടുത്താണ്. പിന്നെ കാലിക്കറ്റ് എയർപോർട്ട് മാത്രമാണ് ഇവിടുന്ന് കുറച്ച് ദൂരെ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് എയർപോർട്ട്. പക്ഷേ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് തന്നെയാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കിവിടെ വാക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് റൂൾസ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രാഫിക് റൂൾസ് റെഗുലേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നവരായാലും അല്ലെങ്കിലും എല്ലാം നടന്നു പോകുന്നവരൊക്കെ. പിന്നെ ഇവിടുന്ന് നമ്മൾ പോകുന്ന സമയത്താണ് ഈ അജിഫാൻ്റെ ഷോപ്പ് കണ്ടത്. അജിഫാൻ്റെ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സിറ്റികളിലുണ്ട്. ഞാനിപ്പോൾ തലശ്ശേരിയിലാണ്, പക്ഷേ തലശ്ശേരിയിൽ അജിഫാൻ്റെ ഷോറൂം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൂടുതലും പറഞ്ഞത് നമുക്ക് അജിഫാൻ്റെ ഷോപ്പിലൊന്ന് കയറി നോക്കാം, അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരുന്നു. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു. പുറത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും പിന്നെ കേരളത്തിന് പുറത്ത് മുംബൈയിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓരോ സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് കയറി നോക്കാമെന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് നോക്കുന്ന സമയത്ത് കുറച്ച് നല്ല റേറ്റാണ് കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താണ് ഇത്ര പ്രൈസ്, നോർമലായിട്ട് ഉള്ള പ്രൈസിനെക്കാട്ടും കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ക്വാളിറ്റിയാണ് മെയിനായിട്ടുള്ളത്. അവരുടെ പ്രൊഡക്ട്സ് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര പ്രൈസ് കൂടുതലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മൾ അവിടുന്ന് വാങ്ങിച്ച സാധനം അടിപൊളി സാധനമാണ്. ഒന്നും എന്ന് പറയേണ്ട ഒരു ചീപ്പായിട്ട്, അതായത് കൊടുത്ത പൈസക്ക് നഷ്ടമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ കുറച്ച് പൈസ കൂടുതലാണ്. സാധാരണ നമ്മൾ ബാക്കിയുള്ള ഷോപ്സിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചൊരു റേറ്റ് കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരിത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഓരോ പാർട്ടായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മിഠായി തെരുവിലേക്കാണ്. അപ്പോൾ ഇത്രയും കാണിച്ചാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോയിൽ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.